ഉണ്ടല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. സ്വാഗതം പറ. അതാ ഇതെന്താവും നോക്കട്ടെ. ഫോൺ എടുക്കുന്ന ഗായ്സ്, നമ്മളെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തേ എന്ന സംഭവം എന്തോ എങ്ങനെയോ ഇടാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന്. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കപ്പിൾസ് ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഇങ്ങനെ നോട്ടം വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും ലോങ് വീഡിയോ എന്താ ചെയ്യാന്നുള്ള ശബയ്ക്ക് തോന്നി അങ്ങനെ ചെയ്യാന്ന്. വലിയ വിവരമൊന്നും ഇല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വൈശാഖേട്ടന് വിവരം ഉണ്ടാവുന്നല്ല, ഇത്തരം കാര്യങ്ങൾ അറിയുമോ എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് വീഡിയോ എന്നുള്ളത് വൈശാഖേട്ടൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാൻ തമ്പനയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വൈശാഖേട്ടൻ എവിടെ നിന്നോ കണ്ടുപിടിച്ചു എന്നൊരു ഡൗട്ട്. കാരണം ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇരുന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ നമ്മൾ ചെറുതായി ഉടക്കിയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതെ പോയി. അപ്പൊ അതിന് ശേഷം മൂപ്പരിന്റെ ഫോൺ സെർച്ച് ചെയ്തണോ എനിക്ക് ചെറിയൊരു സംശയം മുഖം കാണുന്നുണ്ട്. നോക്കാം, റിപ്ലൈസിലൂടെ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഏട്ടൻ എന്റെ അറിവിൽ ഇതുവരെ ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, എന്ത് വീഡിയോ ആണെന്നൊന്നും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗസ് ദ ഫീമെയിൽ പ്രൊഡക്ട്സ്. കുറച്ച് ഫീമെയിൽ പ്രൊഡക്ട്സ് കാണിച്ചു തരും. അത് എന്താണ് സാധനം എന്ന് ഏട്ടൻ ഗസ് ചെയ്യണം. ഓക്കെ, അതിനാ ഗൂഗിൾ ചെയ്ത് നോക്കാനോ, നിങ്ങളെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഏട്ടൻ എക്സൈറ്റഡ് ആണ്. സത്യം പറയുക, എന്റെ ഫോൺ എടുത്ത് നോക്കിയോ? ദൈവത്തിന് അറിയാം, ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിലെല്ലാം ഏട്ടൻ അറിയാൻ ഒരു വഴിയില്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ഏട്ടന് കാണിച്ചു കൊടുക്കുന്ന പ്രോഡക്ട്സിന്റെ പിക്ക് ഞാൻ ഈ സൈഡ് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലേ. യെസ്, ചേട്ടൻ എന്താ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഇരിക്കണേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തൊരു വൈശാഖിനായിട്ട് അത് ഫ്ലോപ്പ് ആക്കിയാലുണ്ടല്ലോ ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ കാണിച്ചില്ല, ഇതിൽ പിക്ക് കൊടുക്കാം കേട്ടോ. വൈശാട്ടാ, ഇതെന്താ സാധനം? ഇതെന്താ പറയാ? സാനിറ്ററി പാഡ്. യെസ്, വൈശാട്ടൻ ഫസ്റ്റ് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിന്റെ ചതിക്കേറ്റാണെങ്കിൽ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാനിറ്ററി പാഡ് സെറ്റാണ് ഗൈസ്. അതറിയുമെന്ന് എനിക്കും അറിയാം. ഓക്കെ, ഇതെന്താ? ഇത് മറ്റേ കപ്പ്. എന്ത് കപ്പ്? എന്തൊക്കെ കപ്പുണ്ട്, വേൾഡ് കപ്പ് വരെ ഉണ്ട്. മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് എന്താ അറിയാ ഏട്ടന്? ഹോട്ടലിൽ കൊടുക്കാറുണ്ട്. ഓ, ഏട്ടൻ ഒരു ഹോട്ടലറാണ്, അപ്പം ഹോട്ടലിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അതാണോ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അറിയുന്നത്? ഇതെങ്ങനെ യൂസ് ചെയ്യാ? ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലില്ലല്ലോ, എങ്ങനെ യൂസ് ചെയ്യാ പറ. യെസ്, കൊല കൊണ്ടുവന്നതാ. പറ ഏട്ടൻ, ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. അത് എല്ലാരും അറിയേണ്ട കാര്യങ്ങളല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അറിയണം, അറിയേണ്ട സ്ഥലം. ഇങ്ങനെ വിളിച്ചിട്ട് അയ്യോ, അങ്ങനെ ഞങ്ങള് ഇതൊന്നും വേണ്ട. അയ്യോ, ഡെമോ ഒന്നും കളിക്കാതെ വൃത്തിക്ക് പറഞ്ഞാ മതി വൈശാഖേട്ടാ. അങ്ങനെയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെക്കുക ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. എന്നോട് നാളെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറുണ്ടോന്ന്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല ഗൈസ്, ഞാൻ ഓൺലി പാഡ്. അങ്ങനത്തെ വർത്താനം പറയരുത്, നമ്മൾ വീഡിയോ എടുക്കാണ്. ഓക്കെ, അപ്പൊ മെൻസ്ട്രൽ കപ്പ്. ഓക്കെ, ഇതെന്താ? വൈശാഖേട്ടൻ പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്ന് ഇപ്പൊ അറിയാം. കാരണം എന്നെ ചതിച്ചിട്ടുണ്ടോ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. വൈശോ, ഇതിന്റെ വീഡിയോനെ ഞങ്ങൾ ഗസ്റ്റിന് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആണ് മോളെ. ടാമ്പോണോ? ഞാൻ ടാമ്പോൺ നീ കല്യാണം ഇരിക്കുമ്പോ ഞാൻ എടുത്ത ഫോട്ടോ കാണിച്ചല്ലോ വീഡിയോ കോള്. അതായിരുന്നോ? അതാണ് ടാമ്പോൺ. സോറി, എന്നെക്കാളും ബുദ്ധി ഏട്ടനുണ്ട് ഗൈസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടാമ്പോൺസ്. ഇതിനെ പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കോട്ടെ. ഞാൻ വിചാരിച്ചു വൈശാട്ടെ ഈ ഒരു സ്ട്രക്ചറൊക്കെ കാണുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കുന്നു. കള്ളൻ, ഇതൊക്കെ അറിയാലേ, ചതിക്കല്ലോ അല്ലേ. ടാമ്പോൺസ് ആണ് ഗൈസ്, അതായത് പാഡിന് പകരം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലേ കള്ള. നല്ലതാണ്. മെൻസ്ട്രൽ കപ്പിന് പകരം, മെൻസ്ട്രൽ പാഡിനൊക്കെ പകരം ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു എന്താ പറയാ, ഒരു ത്രെഡ് പുറത്തേക്ക് ഉണ്ടാവും. എന്നിട്ട് അത് ഫില്ലാവുമ്പോ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുക. അതറിയില്ലായിരുന്നല്ലേ? അതറിയില്ല, യൂസ് ചെയ്യുന്നറിയില്ല. സാധനം കണ്ടിട്ടുണ്ട് ഗൈസ്, ടാമ്പോൺസ്. ഇതൊക്കെ എനിക്കും അങ്ങനെ വലിയ ധാരണ ഇതിനെ കുറിച്ച് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ
ഇതാണ് അതന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചതായിരുന്നു. പക്ഷെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ? എന്ത് എവിടെയുമല്ല, ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന റേസർ ആണ് ഇത് കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ ചേട്ടൻ കണ്ടിട്ടില്ലേ, ഞാൻ ഐബ്രോ ഒക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇത് ശ്രദ്ധിക്കില്ല, എന്നിപ്പോ ശ്രദ്ധ കുറച്ച് കുറവുണ്ട്. മേക്കപ്പ് ബോക്സ് കാണിച്ചതാ. ഇതിൽ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ? അതൊക്കെ കോമഡി വീഡിയോ കണ്ടില്ലേ? ലേഡീസ് നിന്ന് മൂത്രമൊഴിക്കാൻ യൂസ് ചെയ്ത സാധനം. വയസ്സായിട്ട് നീ വീഡിയോ ഇടുന്നോ? കണ്ടെണ്ണം പറ്റിക്കാണല്ലേ. കോമൺ സെൻസ് ആർക്ക് കണ്ടാലും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് എനിക്ക് കോമൺ സെൻസ് ഇല്ലാത്തോണ്ട്. ഇതിന്റെ പേരെന്താ അറിയോ? ഷീവി. എനിക്കറിയില്ല. ശരിക്കും ഇത് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന, പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ഇനി ഈറ്റൊരു സാധനം വാങ്ങിയാലോ? നിനക്ക് അതിന്റെ കുറവുകൂടിയുള്ളത്. ഓക്കെ, ഇത് പിന്നെ ഏട്ടൻ എന്തായാലും ആൻസർ ചെയ്യും. എന്താ? യെസ്, ഇത് പിന്നെ എന്തായാലും ഞങ്ങളൊക്കെ യൂസ് ചെയ്തതായത് കൊണ്ട് ഏട്ടനറിയും. ഓക്കെ, പ്രഗ്നൻസി പില്ലോ. ഇതെന്താ? പറ, ബുദ്ധി ഉപയോഗിക്കൂ. എന്താ? പക്ഷെ അങ്ങനെ പറഞ്ഞത് ഊഹിക്കാൻ വയസ്സാട്ടാ. ഊഹിച്ചു പറ, നിങ്ങൾ ഊഹിക്കട്ടോ. കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കണേന്ന്. ഇതെനിക്കറിയായിരുന്നു കേട്ടോ. അയ്യോ, എന്ത് 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 ഉറക്ക പറ, അത് കേൾക്കില്ല കേട്ടോ. ഷേപ്പ് ഒക്കെ ഉണ്ട്. എന്ത് ഷേപ്പ്? എന്ത് ഷേപ്പ്? ഷേപ്പൊക്കെ ഉണ്ട്. പറ, നിങ്ങൾ പറഞ്ഞാലല്ലേ അവിടെ അറിയൂ. എനിക്കറിയില്ല. എന്നാലും ഒരു ഊഹം പറഞ്ഞൂടെ? അറിയില്ലോ. അറിയില്ല എന്നാണ് ഒരു ഊഹം പറയുന്നത്. ഒരു ഊഹിച്ച് പറഞ്ഞൂടെ ഇന്നതായിരിക്കാം എന്ന്? എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കോമൺ സെൻസ് ഇല്ല ഇതിനകത്ത്. അബദ്ധം ഞാൻ പറയില്ല എന്ന് തന്നെയാണ് കേട്ടോ. പറ ഇഷ്ടം കേട്ടോ. അറിയില്ല, നീ പറഞ്ഞോ. അങ്ങനെ അറിയില്ല എന്ന് പറയാം. അറിയില്ല. ഇതിന്റെ രവിശേട്ടാ, ഈ നെയിൽ പോളിഷ് ഇല്ലേ, നെയിൽ പോളിഷ് ഡ്രയർ ആണ്. നമ്മൾ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഡ്രൈ ചെയ്യും. മനസ്സിലായോ? 2 മിനിറ്റ് ഫാൻ എടുത്ത് യൂസ് ചെയ്യുന്ന സാധനം. ഇതൊക്കെ പഠിക്കണം വൈശാഖേട്ടാ, ബുദ്ധി വേണ്ടേ? ഇതെന്താ? ഉറക്കെ പറയട്ടെ, പറയണ കേൾക്കില്ല. ഉറക്കെ പറ, അവിടെ കേൾക്കില്ല. ഓൾറെഡി സൗണ്ട് കുറവട്ടോ. എന്ത് കപ്പ്? അതിനിപ്പോ എന്ത് കപ്പ് പറയാൻ എനിക്കറിയില്ല. ഭൂമി കപ്പ് അല്ല, നിപ്പിൾ ഷീൽഡ് ആണിത്. അതായത് നമ്മൾ ഡ്രസ് ഇടുമ്പോ നിപ്പിൾ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിട്ടൊരു സാധനം യൂസ് ചെയ്യില്ലേ, അതാണിത്. ഇന്നത്തെ കൊണ്ട് എന്റെ മാനം അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എല്ലാ കാര്യവും അറിയണം, മനസ്സിലായോ? ഇനി നാളെ മെൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനം എനിക്കൊക്കെ കൂടെ കാണിച്ചു തരുന്നിട്ട് വല്ല കഞ്ചാവും സാധനങ്ങളൊന്നും നിന്നെ കാണിച്ചു തരുന്നിട്ട് എനിക്കതൊന്നും അറിയില്ല. ലേഡീസ് ആരും കഞ്ചാവ് യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. അടുത്ത അങ്ങനെ പറയല്ലേ. വർഗസ്നേഹം കാണിക്കരുത്. എന്താ ഇത്? ഇത് എന്നെ നോക്കല്ല, അവിടെ നോക്കി പറ. എന്ത് ഐലാഷസ് കേൾ ചെയ്യുന്ന സാധനം. അത് ഇങ്ങനെ താഴത്തേക്കല്ലേ നിൽക്കുന്നത്, ഇങ്ങനെ മുകളിലേക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ള സാധനം. ഇതൊന്ന് വാങ്ങി തരണേ. കണ്ടോ, ആ പൈസ അതിലങ്ങ് ഒതുക്കി. വാട്ട് ഇസ് ദിസ്? ഇത് മേക്കപ്പ് ചെയ്യണേ. മേക്കപ്പ് ചെയ്യണേ? ബ്യൂട്ടി ബ്ലെൻഡർ. ഇതൊക്കെ തുമ്പീരോ ചോദിച്ചാലും പറയും. പിന്നെ ഞാൻ ഏട്ടൻ എന്തെങ്കിലും ഒരു സന്തോഷം ആയിക്കോട്ടെ, കുറച്ച് ഉത്തരം ശരിയായിക്കോട്ടെ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. വാട്ട് ഇസ് ദിസ്? പറ, നിങ്ങളും പറ. കുട്ടികളെ പറ്റിക്കാനുള്ള നിപ്പിളോ? എന്ത് കുട്ടികളെ കളിച്ചോളാനോ? ഒന്നും നോക്കി നിങ്ങളെ മണ്ടത്തരങ്ങൾ എല്ലാരും അറിയണ്ടേ?
ഇതും ഒരു നിപ്പിൾ ഷീൽഡ് ആണ്. ആ ഞാൻ പറഞ്ഞില്ലേ എന്ത് കുട്ടികളെ കളിപ്പിക്കാനുള്ളതല്ല, കുട്ടികള് പാല് കുടിക്കുന്ന സമയത്തേ നിപ്പിൾ ക്രാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അല്ലൂസിനും തുമ്പിനെയൊക്കെ പാല് കുടിക്കുന്ന സമയത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു നിപ്പിൾ ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ബ്ലഡ് വരെ വരും. അപ്പൊ അതിന് എന്താ പറയാ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് ഇതിട്ട് കഴിഞ്ഞിട്ട് പാല് കൊടുക്കും. അപ്പം നിപ്പിൾ ക്രാക്ക് കുറയും. ഓക്കെ, അതാണ് ഇതൊരു നിപ്പിൾ ഷീൽഡ് ആണ് കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലായത് കുട്ടിയെ കളിക്കാൻ കൊടുക്കുന്ന സാധനമല്ല. വാട്ട് ഇസ് ദിസ്? ഇത് ഏതോ പടത്തില് കണ്ടിട്ടുണ്ട്, മറ്റേ മുടിമേല ഇങ്ങനെ കുടിക്കിട്ടുണ്ട്. മുടിമേല കുടിക്കില്ല. സത്യം പറ, ഇതൊക്കെ ആർക്കറിയാത്തത്? അറിയാത്തവരുണ്ടായിരുന്നല്ലോ, ഞാൻ വീഡിയോ കാണുമ്പോ പലർക്കും അറിയില്ലായിരുന്നല്ലോ. ഓക്കെ, ഹെയർ കേളർ ആണ് കേട്ടോ. ഓക്കെ, ഇതെന്താ? ഇത് ഞാൻ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടല്ലോ. ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടല്ലോ. ആരെയാ മനസ്സിലായില്ല. അതന്നെ എന്താ സാധനം പറയണം. അത് ഐസാക്കി മറ്റേ ഫേഷ്യൽ ചെയ്യാൻ പറ്റി എടുക്കുന്നത്. മോനെ ഫേസ് റോളർ കേട്ടോ. ഐസ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലേ, ഇത് എല്ലാവർക്കും അറിയാൻ മതിയോ. ഇതിന്റെ അടുത്തുണ്ട് 2 ഉണ്ടായിരുന്നു. അതാണ് വിശേഷത്തിന് കണ്ടുപരിചയം. വാട്ട് ഇസ് ദിസ്? എല്ലാം എവിടെയെങ്കിലും കൊടുക്കുന്നതാണെന്നാണ് ഏട്ടൻ്റെ ഒരു ധാരണ. പറഞ്ഞോളൂ. ഇത് നാട്ടിലുള്ളിൽ വെച്ചിട്ട് ഒരുമിച്ച് കട്ട് ചെയ്ത് കളയാം. ഒരുമിച്ച് കട്ട് ചെയ്ത് കളയേ? എന്ത് ഒന്ന് കാര്യത്ത് പറ, തമാശയാക്കല്ലേ. സംഭവം ശരിയാ. അതന്നെ അതിനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നഖം ഷാർപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. നഖം ഷാർപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ ടോ സെപ്പറേറ്റർ എന്നാണ് ഇതിന് പറയാ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. വടി വെച്ചുണ്ടാക്കല്ലേ. വാട്ട് ഇസ് ദിസ്? ആരാ ഉദിച്ചു നിൽക്കുന്നത്? ഇത് മറ്റേ ടീ. ആര്? ഏത് ടീ? ലെമൺ ടീയോ? അല്ല, ഉറക്കെ സംസാരിക്കേ. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ ടീ എനിക്ക് വാങ്ങിച്ചു തന്നില്ല? ഇനിയോ ഞാൻ വേണ്ട വേണ്ട പറയും, ഇവള് വേണം വേണം എന്ന് പറയും. ഏത് വണ്ടിക്കാരൻ ഇവിടെ ഒച്ചടാക്കണേ? ഇത് IUD എന്ന് പറയും. കോപ്പർട്ടി IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. ഇതെന്താ സാധനം? അതെനിക്കറിയാം. ഐപ്പെന്നാ? എന്താ ഐപ്പെന്ന്? എവിടെ ഐ എഴുതിച്ചൊക്കെ ഞാൻ കാണില്ലല്ലോ. പറ പറ. ഇലക്ട്രിക് ആയിട്ട് നമ്മളെ ഈ ഐബ്രോ എപ്പിലേറ്റർ ആണ്. അതായത് ഐബ്രോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കളയുന്ന ഇലക്ട്രിക് ഐറ്റം. വാങ്ങിച്ചു തരുമോ? ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു തരുമോ നോക്കുന്ന സാധനങ്ങളൊന്നുമില്ല. നിങ്ങൾ നേരെ ഇരിക്കും, നിങ്ങളെ ഫ്രെയിമിൽ കാണില്ല, നിങ്ങൾ ഉറക്കെ സംസാരിക്കില്ല, സൗണ്ട് കൂട്ടും. ഇത്ര സൗണ്ട് ഉള്ളൂ. ആ വണ്ടിക്കാരനെ ഞാൻ ഇപ്പൊ പോയി എന്തേലും പറയട്ടാ. ഒരു വീഡിയോ എടുക്കുന്നതിനെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെ എത്തുന്നു? വാട്ട് ഇസ് ദിസ്? എന്ത് മുടി കുടിക്കാൻ എന്താക്കൂ? എന്തിന്? മൊത്തേ ഐലാഷസിന്റെ ഷീൽഡാണ്. മുടിയിൽ കൊടുക്കുന്നതാണോ? അതായത് പോടേട്ടാ, ഇതൊക്കെ ഇത് താഴെ വെച്ചിട്ട് മറ്റേ ഇതില്ല മസ്കാര ഇടില്ലേ, അപ്പൊ മേലൊന്നും ആവാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഷീൽഡാണിത്. മസ്കാര എന്താ? ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ. ഇതാണ് സംഭവം. കണ്ടോ, ഇത് ഞാനിവിടെ കൊടുക്കാട്ടാ. കണ്ടോ, താഴെയും മുകളിലൊക്കെ വെച്ച് ഇങ്ങനെ മസ്കാരൊക്കെ ചെയ്യുമ്പോൾ ഫേസിലൊന്നും ആവാതിരിക്കാനുള്ള ഷീൽഡാണിത്. ഓക്കെ, വാട്ട് ഇസ് ദിസ്? മുറിവ് പറ്റിയുള്ള ബാൻഡേജോ? അത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ബാൻഡേജോ? ഇതല്ല, ബൂബ്സ് എലിവേറ്റിംഗ് സ്ട്രാപ്പ് ആണ്. നമുക്ക് വേണ്ടെന്നോ? അങ്ങനെ എലിവേറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സാഗ് ചെയ്ത് കിടക്കുന്നതൊക്കെ എന്താ വെച്ചാൽ ഇത് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എലിവേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഉണ്ടോ? അതിന്റെ എക്സാമ്പിൾ ഇല്ല. എന്ത് നോക്കണേ അതിന്റെ പിക്കൂടെ ഞാൻ കാണിച്ചല്ലേ. ദുസ്മൻ, ഇതെന്താ? ഒരു ഷേപ്പ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
യു ക്യാൻ. ഉറക്ക പറ. എന്താ മാസ്റ്റർ കപ്പാന്ന് തോന്നുന്നു. മെൻസ്ട്രൽ കപ്പോ? ഈ മറ്റേ ചെതുമ്പുരത്ത് ഈ സാധനമൊക്കെ വെച്ചിട്ട് മെൻസ്ട്രൽ കപ്പ് എവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്യാനാണ് മാൻ? പറയാൻ പറ്റില്ല. ഇന്നത്തെ യുഗത്തിൽ എന്തൊക്കെയാ ഇടയ്ക്കാൻ ഫിറ്റ് ചെയ്യുന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയില്ല. ഇതല്ല, നെയിൽ പോളിഷ് ഹോൾഡർ ആണ്. അതായത് ഈ രണ്ട് സംഭവത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ വിരലിട്ടിട്ട് ഇതിന്റെ മുകളില് പിന്നെ നെയിൽ പോളിഷ് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിടും ലൈക്ക് ദിസ്. ഇങ്ങനെയൊക്കെ സാധനമായിട്ട് ഞാൻ ഏട്ടനോട് എന്തെങ്കിലും ഇത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇടണോ? എന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പൈസ പോകരുത് ചെയ്യാൻ ഇതൊന്നും വാങ്ങാറില്ല. മനസ്സിലായോ? കേട്ടോ. എന്ത് മനസാക്ഷി കുത്ത് വരുന്ന? അയ്യോ, വാട്ട് ഇസ് ദിസ്? ജഗ്ഗോ? എന്തിന്? ഞങ്ങൾക്ക് മാത്രം ചായ ഞങ്ങൾ മാത്രം കുടിക്കാനോ? ഇതെന്താ? മൂത്രമൊഴിക്കാനോ? കോളാമ്പിയാണോ മാൻ? താങ്കൾ ഉദ്ദേശിച്ച കോളാമ്പിയാണോ? ഇത് സ്റ്റീമറാണ്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീം ഒക്കെ ചെയ്യില്ലേ, അതിന് വീട്ടിലെ സ്റ്റീമറാണ്. എത്ര തരണ്ട് ഇങ്ങനത്തെ കോളംബി പോലത്തെ കാണിച്ചത്? ഞാൻ മനസ്സിലാവുന്നത് തന്നെ കാണിച്ചു തരാന്നില്ലല്ലോ. ഇതെന്താ? എന്ത് റൗണ്ട് വട്ടം വരച്ച് കളിക്കുന്ന സ്കെയിൽ പോലത്തെയോ? അതാണോ ഇത്? ഇത് പേട്ടന് നല്ല, ഏട്ടനും ഇപ്പൊ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനം. പിമ്പിൾ പാച്ച് ആണ്. പിമ്പിൾ ഉള്ളിടത്ത് ഈ പാച്ച് വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ ഓവർനൈറ്റ് ഒക്കെ ഇങ്ങനെ അതിന്റെ മുകളിൽ വെച്ചിട്ട് എടുത്ത് കളഞ്ഞാൽ എന്താണ് പിമ്പിൾ പാച്ച്? ഇതാ ഒന്നുണ്ടല്ലോ. വാട്ട് ഇസ് ദിസ്? ഇത് പെണ്ണുങ്ങൾ മാത്രം കളിക്കുന്ന ബോള്. പെണ്ണുങ്ങൾ മാത്രം കളിക്കുന്ന ബോളോ? അല്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങളത് നിങ്ങളോട്ടാണ് ഞാൻ പറ. ഇത് ഫേഷ്യൽ മസാജർ ആണ്, ഇലക്ട്രിക് ഫേഷ്യൽ മസാജർ. ഓക്കെ, മനസ്സിലായോ? ഇതൊക്കെ അപ്പൊ നിങ്ങൾ വാങ്ങി തരാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാവുണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിതൊക്കെ വാങ്ങി തരാം. അയ്യോ, എന്തൊരു മസാജ് ചെയ്യുന്ന മനുഷ്യയെ. ഇതെന്താ? ഇത് ഏട്ടൻ പറയാൻ നോക്കട്ടെ, ഏട്ടൻ ബുദ്ധി ഉണ്ടോന്ന്. ഇത് പറഞ്ഞ ഏട്ടൻ ഞാൻ സമ്മതിച്ച്. വീഡിയോ കട്ട് ചെയ്തിട്ട് പറഞ്ഞു തരുമോന്ന്? നോ, നിങ്ങൾ പറയണ അവിടെ കേക്കില്ല, സൗണ്ടിൽ സംസാരിക്കും. അറിയില്ല അത് അങ്ങനെ പറയട്ടോ. ഊഹിക്ക്, വേഗം പറ. ഇതിന്റെ ഇതൊക്കെ നോക്ക്, സ്ട്രക്ചറൊക്കെ നോക്ക്. എന്ത് ഉറക്കെ പറയട്ടെ? ഏട്ടൻ പറയണ കേൾക്കാനല്ല എല്ലാരും വീഡിയോ കാണുന്നത്. അടക്ക ഒന്ന് ഉറക്കെ പറ. പൊളിച്ചു നോക്കുന്ന സാധനം. എന്റെ ദൈവമേ, ഇങ്ങോട്ട് വാ. എന്ത് പൊളിച്ചു നോക്ക്? എന്താ ചേച്ചി? കാര്യം പറ. ഞാനല്ല, ഞാൻ കഴിഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞാലും വേറെ വിചാരിക്കണേ. അയ്യോ, എനിക്ക് വയ്യേ. ഞാൻ വായ പൊളിച്ചു നോക്കുന്ന കാര്യം പറഞ്ഞേ. അതെന്താ ഫീമെയിൽ പ്രൊഡക്റ്റിൽ ഞാൻ പറയണത്? ഇതിങ്ങനെ വായ വെച്ചിട്ട് ആ സാധനം ഒന്നിക്കുമ്പോ വാങ്ങ ലോക്കായി. അത് നിങ്ങൾക്കൊന്നും വായില്ലേ? സ്ഥലം പറ്റണോ? അയ്യോ, എനിക്ക് വയ്യേ. ഇപ്പൊ ഞാനൊരു കുറ്റക്കാരിയെ പോലെയാണല്ലോ പറയണത്. പറഞ്ഞോ എന്ത് സാധനം? അതല്ലേ വായി തുറന്നു നോക്കുന്ന സാധനോ? സ്ഥലം പിന്നെ പറയാം. തുറന്നു ആ സ്ഥലത്തിന് എന്താ പറയാ വിശേട്ടാ? അയ്യോ, മലയാളം വേണ്ട, പറ. വജൈനൽ സ്പെക്യുലാണിത്. ഞാൻ പറഞ്ഞില്ലേ എന്ത് പൊളിച്ചു നോക്കണ സാധനോ? ഇത് പൊളിച്ചു നോക്കുന്നത് കട്ടറിട്ട് വെച്ചിരിക്കുന്നോ? ആ, ഇത് വജൈനൽ സ്പെക്യുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ, നമുക്ക് വജൈനൽ റിലേറ്റഡ് ആയിട്ട് എന്ത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഉള്ളിലേക്കില്ലേ ഡോക്ടേഴ്സിന് വിസിബിൾ ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് ഈ വജൈനൽ സ്പെക്യുലം. ഇത് അനുഭവിച്ചവർക്കും ഓർമ്മ ഉണ്ടാവും, അറിയാൻ മതിയാവും. ഇതിങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. എന്ത് സമ്മതിച്ചിരാന്ന്? പിന്നെ വായു തുറക്കുന്നല്ലേ പറഞ്ഞത്? അത് സമ്മതിക്കില്ലല്ലോ. അത് പിന്നെ എനിക്ക് അങ്ങനെ പച്ചക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് വായ. പിന്നെ എക്സാമ്പിൾ പറയണ വായിന്നാണോ?
കറക്റ്റ് പറ, അങ്ങനെ പച്ചക്ക് പറയണതാ. വജൈനൽ സ്പെക്കിലും വജൈനൽ സ്പെക്കിലും അല്ലെങ്കിൽ എനിക്ക് പച്ചക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ഥലം മാറ്റി പറഞ്ഞു. സ്ഥലം മാറ്റി പറഞ്ഞോണ്ട് ഉത്തരം ശരിയല്ല. എന്നിട്ട് പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ വജൈനയിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വിസിബിൾ ആവും. ഓക്കെ, അതാണ് സംഭവം വജൈനൽ സ്പെക്കിലും. ഇത് നമ്മൾ കുറെ ഇത് ഹൗസ് ജൻസി ടൈമിൽ ഞാൻ കൂടുതലും പ്രസൂതി ടൈമിലൊക്കെ പ്രസൂതി അറിയില്ലേ ചേട്ടന്? ഗൈനക് ഏട്ടനറിയാം. എന്നാ പ്രസൂതി പറഞ്ഞ എന്താ? കൗമാര പോടുന്നു പീഡിയാട്രിഷ്യൻ. എന്താണ് എനിക്ക് വയ്യട്ടോ. പ്രസൂതി ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സാധനമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വജൈനൽ സ്പെക്കിലും. അപ്പൊ ഏട്ടന് കുറച്ചൊക്കെ വിവരം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇത്രയൊക്കെ വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ ഞാനും കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെടുത്ത കളി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തോ ചിരിക്കാനുണ്ടായിരുന്നു അല്ലേ? അല്ലേ വിശേട്ടാ? സന്തോഷം. യോ നോക്ക് വീഡിയോ മറ്റേ ആരെയും കണ്ടിട്ട് ഇവിടെ കയറി എന്നാ ഞാൻ പറയും. എന്റെ പൊന്നു സാറേ, ഇയാളെ എനിക്ക് അറിയാൻ പാടില്ല, ഇയാൾ കഞ്ഞി വയ്ക്കാൻ വേണ്ടിട്ട് കയറി വന്നാണെന്ന് ഞാൻ പറയും കേട്ടോ. ഇത്തിരി കഞ്ഞിയാ ചേച്ചി എന്ന് പറഞ്ഞ് കയറി വന്നാണ്, ഇത് അവനെ പിടിച്ചോണ്ട് പോയിക്കോന്ന് പറയും കേട്ടോ. വെറുതെ പറഞ്ഞതാണ്, ആരും ഇത് കണ്ട് ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന്. ഇവിടെ അങ്ങനെ ഒരു സാധനവും നെയ്യ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എത്ര എണ്ണം റിപ്ലൈ നിങ്ങൾക്ക് അറിഞ്ഞു, സാധനങ്ങളെ കണ്ടപ്പോൾ അറിഞ്ഞു? ചിലപ്പോൾ ഇവരിത് ഓൾറെഡി കണ്ട വീഡിയോസ് ആയിരിക്കാം. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരേട്ടം പോണതിന് മുമ്പ് കുറച്ച് വീഡിയോ ഞാൻ എടുത്തിരിക്കും. ഇത് സത്യവും ഓക്കെ, അസത്യം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. ഓഫാക്കി തരുമോ? കണ്ടോ?